പക്ഷേ പിണറായി വിജയന്റെ അവസ്ഥ, കേരളത്തിലെ രാജാവ് അടിമുടി പെട്ടിരിക്കുന്നത് പോലെയാണ്. കാരണം അദ്ദേഹം സ്വയം പറയുന്നത് ഞാൻ രാജാവാണ്, ബാക്കിയെല്ലാം അടിമകളെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ മകള് ജയിലിൽ പോകുമെന്നുള്ള ആദ്യം മൂത്ത് പലപ്പോഴും അമേരിക്കയിലെ മയോമ ക്ലിനിക്കിൽ പോകുന്നത് കണ്ടു. അത് പണം ഡോളർ നിക്ഷേപിക്കാനാണോ ചികിത്സിക്കാനാണോ എന്നുള്ള ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. ഇതിനിടയ്ക്ക് ഇപ്പോൾ മകന്റെ പേര് പറഞ്ഞുകൊണ്ട് സമൻസ് വരികയാണ്. അതായത് മകനെ ഇടി തൂക്കി കൊണ്ടുപോയി ഇടിച്ചു നോക്കുമെന്നുള്ള പേടിയിൽ പ്രധാനമന്ത്രിയെ കാണാനും അമിത്ഷായെ കാണാനും ഒക്കെ പോയി അരമണിക്കൂറോളം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി എല്ലാക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി മകനെ കാണാൻ ഗൾഫിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞപ്പോൾ തൽക്കാലം ഗൾഫിലേക്ക് പോകേണ്ട, ആ യാത്ര തൽക്കാലം അങ്ങ് മാറ്റി വെച്ചോ എന്ന് വെച്ചാൽ ഗോവിന്ദയായി പോയതൊന്നും നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ പലരും പറയുന്നുണ്ട് CPM BJP ഒരു അന്തർധാരയൊക്കെ കേരളത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ലാവ്ലിൻ കേസൊക്കെ 38 തവണ നീട്ടിവെക്കാനൊക്കെ ആയത്. ഒരു സാധാരണക്കാരൻ്റെ കേസാണെങ്കിൽ ഇങ്ങനെയൊക്കെ നീട്ടാൻ കഴിയുമോ എന്നൊക്കെ ഉള്ള ഒരു വലിയ ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പിണറായിയെ അയ്യപ്പൻ അങ്ങ് വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട് അല്ലേ മാഷേ? അല്ല, പിണറായി വിജയൻ പലതരത്തിലുള്ള പ്രതിസന്ധികളെ നേരിടുന്നു. ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലക്ക് ഇത്രമാത്രം പ്രതിസന്ധികളെ നേരിട്ട മറ്റൊരു മുഖ്യമന്ത്രി വേറെയുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് നമുക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള വലിയൊരു കേസാണ് ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഒറ്റക്കാണോ ചെയ്തത് അതോ പാർട്ടിയാണോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ ഒരു തീരുമാനമനുസരിച്ച് നടത്താൻ ഒരു പ്രക്രിയ ആയിരിക്കാം. പക്ഷേ അതിൽ പ്രതിയാക്കപ്പെടുന്നത് പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കേസ് 38 തവണ മാറ്റിവെച്ചു എന്ന് പറഞ്ഞത് എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നതും അമ്പരപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ച് കേസ് എത്രയും അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് കൊടുത്ത ഒരു സംഭവമാണ്. അതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാവരും കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിങ്ങനെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇനി അത് എന്തു സംഭവിച്ചാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അധികാരത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. കാരണം ഒരു 3-4-5 മാസം കഴിയുമ്പോഴേക്കും ഈ മന്ത്രിസഭയുടെ കാലാവധി കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വിഷയം അങ്ങനെ അവിടെ വരും. രണ്ടാമത്തെ വിഷയം, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായിട്ട് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് സേവനം നൽകാതെ വരുമാനം വാങ്ങിച്ചു അല്ലെങ്കിൽ പണം വാങ്ങിച്ചു എന്ന് പറയുന്ന കേസ്. ആ കേസ് ഈ കുഴൽനാടൻ എന്ന് പറയുന്നതായിട്ടുള്ള നമ്മളുടെ MLA-യും വക്കീലും നിരന്തരമായി കോടതി കയറി അവസാനം കോടതി പറഞ്ഞ് ഇനി ഈ കേസുമായിട്ട് വരാൻ പാടില്ല എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചു എന്നുള്ളതാണ്. അത് പിണറായി വിജയന് അത്രമാത്രം ആശ്വാസമാണ്. കാരണം സുപ്രീം കോടതി തന്നെ അങ്ങനെ തീരുമാനം വിട്ടിരിക്കുകയാണ്. ഇനി ആ കേസ് കൊടുക്കാനായിട്ട് കുഴൽനാടിന് കഴിയില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഇങ്ങനെ അവസാനിക്കുന്നു എന്ന് കരുതുന്ന സമയത്താണ് പുതിയൊരു വിഷയം ഇപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ നേർക്ക് ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കടലാസുമായിട്ട് അല്ലെങ്കിൽ കടലാസ് പുലിയുടെ വേഷത്തിൽ ചെല്ലുന്നു എന്നാണ്. എനിക്ക് തോന്നുന്നത് 2023 ആദ്യമായിട്ട് അങ്ങനെ ഒരു സമൻസ് അയച്ചത്. പക്ഷേ സമൻസ് കൈപ്പറ്റിയില്ല, കാരണം അയാൾ അവിടെ ഇല്ല. കേരളത്തിലെ അഡ്രസ്സിലാണ് ആ സമൻസ് അദ്ദേഹത്തിന് പോകുന്നത്. പക്ഷേ കേരളത്തിൽ അദ്ദേഹം ഇല്ല, അതുകൊണ്ട് അദ്ദേഹം അത് കൈപ്പറ്റിയില്ല. പക്ഷെ സമൻസ് കൈപ്പറ്റിയില്ലെങ്കിൽ വാറണ്ട് അത് അങ്ങനെ കാലാവധി ഇല്ലേ? വാറണ്ട് ഇത്ര നാളിനകത്ത് ആൾ കൈപ്പറ്റാതെ അല്ലെങ്കിൽ ഹാജരാകാതെ ഇരുന്നാൽ വാറണ്ട് പുറപ്പെടുവിക്കില്ലേ? അതെ, അതിപ്പോൾ ഒരു പ്രാവശ്യം സമൻസ് കൊടുത്തു, അടുത്ത സമൻസ് കൊടുക്കണം. അടുത്ത സമൻസ് കൊടുത്തില്ലേ അവർ, മനസ്സിലായേ? അങ്ങനെ അടുത്ത സമൻസും കൊടുത്ത് പിന്നെ സമൻസ് വരുമ്പോഴാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, കോടതിയിൽ ചെന്ന് ഇയാളെ കാണാനില്ല എന്ന് ഈ സമൻസ് കൊണ്ടുപോയ ഉദ്യോഗസ്ഥൻ പറയുമ്പോഴാണ് അയാൾക്കെതിരെ കോടതി വാറണ്ട് പുറപ്പെടുവിക്കുന്നത്. ആ ഘട്ടത്തിലേക്ക് അത് പോയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വീണ്ടും ED എന്ത് ചെയ്തിരിക്കുന്നു, ഉടനെ ഹാജരാകണം എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. അപ്പോൾ ഇതൊക്കെ പലതും രാഷ്ട്രീയ പ്രേരിതമാണ്. എന്തെങ്കിലും ഇതിലേക്ക് സത്യാവസ്ഥയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഇതിൻ്റെ ഒരു ഫർദർ റിസൾട്ട് അല്ലെങ്കിൽ അവസാനത്തെ റിസൾട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഇതിനിടയിലൊക്കെ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളതുകൊണ്ട്, അദ്ദേഹം CPM-ൻ്റെ നേതാവാണ് എന്നുള്ളതുകൊണ്ട്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഏത് കേസായി കഴിഞ്ഞാലും അത് പൊളിറ്റിക്കലി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കേസുകളെ നമ്മളിതിനെ ചർച്ച ചെയ്യുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. രാഷ്ട്രീയമായിട്ട് ഇത് എങ്ങനെയാണ് സ്വാധീനിക്കുക, രാഷ്ട്രീയമായിട്ട് ഈ സർക്കാരിനെ മോശമായി ചിത്രീകരിക്കുന്നതിന് സഹായകരമായിട്ടുള്ള വാർത്തകളാണ് ഇതെല്ലാം തന്നെ. പക്ഷേ അതിൽ നിന്നെല്ലാം അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം
അച്ഛനും അതേപോലെ തന്നെ മരുമനും രണ്ടുപേരും കൂടി ഡൽഹിയിൽ പോകുന്നു. അങ്ങനെ അത് കണക്കാക്കല്ല. അല്ലെങ്കിൽ ഔദ്യോഗികമായി പറഞ്ഞാൽ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രിയും ഡൽഹിയിൽ പോകുന്നു. അമിത്ഷായെയും അതേപോലെ നരേന്ദ്രമോദിയെ കാണുന്നു. അതോടൊപ്പം തന്നെ നിതിൻ ഗഡ്കരിയെയും കാണും. ഇതൊക്കെയാണ് നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ രണ്ടുപേരെ കണ്ടുള്ളൂന്നുണ്ട്. നിതിൻ ഗഡ്കരിയും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയും മാത്രമേ കണ്ടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ കൂടിക്കാഴ്ചയുടെ ആത്യന്തികമായിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഈ ജനുവരി NH-66 ഉദ്ഘാടനം ചെയ്യും എന്നുള്ളതാണ്. അല്ലേ? അങ്ങനെയല്ലേ വായിച്ചു? അത് ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ പ്രൊജക്റ്റ് എന്ന നിലക്കാണ് അവരെന്ത് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യാൻ പോകും. NH-66 പണി പൂർത്തിയായിട്ടില്ല. പക്ഷെ പൂർത്തിയായ കുറേ പ്രദേശങ്ങളുണ്ട്. അതിപ്പോഴേ തന്നെ തുറന്നു കൊടുത്തിട്ടുണ്ട്. വാഹനങ്ങൾ അതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. NH-66 നിർമ്മാണ കാലഘട്ടത്തിലുള്ള ഒരു പ്രത്യേകത, വഴി അടച്ചു കെട്ടി അല്ല റോഡ് നിർമ്മാണം നടക്കും. റോഡ് ഒരു വശത്ത് നിർമ്മിക്കും, മറ്റു വശത്തോട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ തീർന്ന് പോകുന്ന പ്രദേശങ്ങളെല്ലാം വാഹനങ്ങൾ ചലിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകതയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒരു സമീപനമാണ്. അത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാണ്. അത് ജനുവരിയിലാണ്. ആ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഒരു പ്രൊമോഷനാണ് യഥാർത്ഥത്തിൽ കേരള സർക്കാർ ആഗ്രഹിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ കേന്ദ്രവും അതേപോലെ തന്നെ കേരളവും ഒരുമിച്ചിടപെട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. രണ്ട് കൂട്ടർക്കും അതിൻ്റേതായിട്ടുള്ള ക്രെഡിറ്റ് സ്വാഭാവികമായിട്ടുള്ളതാണ്. പക്ഷേ ഓരോ പാർട്ടിയും, ഇപ്പോൾ BJP ആണെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ അതിൻ്റെ അവകാശവാദം ഉന്നയിക്കും. CPM രീതിയിലും അവകാശവാദം ഉന്നയിക്കും. അപ്പോൾ അതിലൊരു തീരുമാനമായി. ഇപ്പോൾ നമ്മൾ പൊതുവെ ഈ വിഷയം ചർച്ചക്കെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മകൻ്റെ പേരിലുള്ള ED നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അങ്ങനെ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളത് അത് കുറച്ചുകൂടി വിശാലമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ഈ 2023 വന്ന സമൻസ് ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടില്ല. വീണ്ടും അത് മാധ്യമങ്ങൾ പൊക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇടയ്ക്കിടയ്ക്കുള്ള മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനം, ഇപ്പോൾ 25 രാജ്യങ്ങളിൽ പോയി സന്ദർശിച്ചിട്ട് എന്ത് ആനമുട്ട കേരളത്തിന് കൊണ്ടുവന്നു എന്നുള്ള ചോദ്യം സഖാക്കന്മാർ അടക്കമാണ് ചോദിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് ഒരു പുല്ലുവിലയാണ്. പക്ഷേ പാർട്ടിക്കകത്തും പിന്നെ സഖാക്കന്മാർക്ക് മുഖ്യമന്ത്രി കൊടുക്കുന്ന വില അങ്ങനെ തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും സഖാക്കളടക്കം ചോദിക്കുന്നത് 25 രാജ്യങ്ങളിൽ പോയിട്ട് എന്ത് കൊണ്ടുവന്നു? GCC രാജ്യങ്ങൾ മുഴുവൻ സന്ദർശിക്കുക എന്നുള്ളതാണ് പിണറായി വിജയന്റെ ഈ പോക്കിലെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന് ഫണ്ട് ആവശ്യമാണ്. അതിന് പ്രവാസികളുടെ ഒരു കരുതൽ ഈ തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ കേരള സർക്കാരിന് ഭയങ്കര രീതിയിൽ പ്രവാസികളോട് ഒരു കരുതലുണ്ട്. ആ കരുതൽ കൂടി കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പോക്കായിരുന്നു കേന്ദ്രം തടഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം, മകൻ്റെ വിഷയം, മകളുടെ വിഷയം, ഇതിനിടയ്ക്ക് ഈ പിന്നെ എന്താ പറയുക യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്രത്തിൻ്റെ നീക്കം, ഇതൊക്കെ വല്ലാതെ ഈ CPM-നെ അസ്വസ്ഥപ്പെടുത്തില്ലേ? ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ? മുൻകാലങ്ങളിൽ CPM-നെ ഇത്തരം വിഷയങ്ങളെല്ലാം കൂടുതൽ ബാധിക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും ബാധിക്കാത്ത തരത്തിലേക്ക് അത് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അതൊന്നും ബാധിക്കില്ല. കാരണം ഇതൊക്കെ നമ്മളുടെ സമകാലിക പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ ചേരുവകളായി മാറിക്കഴിഞ്ഞിരിക്കുക. ആരോപണം, പ്രത്യാരോപണം, ഈ ആരോപണം പ്രത്യാരോപണമൊക്കെ ആയിട്ട് ഇത് മാറിപ്പോകുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥകൾ ഒരിക്കലും ആർക്കും മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. ഇപ്പോൾ ED നോട്ടീസ് അയക്കുമ്പോൾ നമ്മളിപ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താണ്? ആർക്കെതിരെ നോട്ടീസ് അയച്ചു? നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് BJPക്ക് ഇഷ്ടമില്ലാത്തൊരിടത്ത് നിൽക്കുന്ന ഒരാൾക്കെതിരെ ED അയച്ചു. ഇപ്പോൾ ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ പിണറായി വിജയൻ്റെ മകനെതിരെ അങ്ങനെ ഒരു നോട്ടീസ് വന്നാൽ ആദ്യം ആളുകൾ കരുതുക ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് പിണറായി വിജയനെ മോശപ്പെടുത്താൻ വേണ്ടി അയക്കുന്ന ഒരു നോട്ടീസാണ് എന്നാണ്. കൃത്യമായിട്ടുള്ള പരിശോധനകളെല്ലാം നടത്തി അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കിപ്പോൾ EDയുടെ പ്രവർത്തനത്തെ പോലും നീതിപൂർവമായിട്ടുള്ള പ്രവർത്തനമാണ് ഇതിൽ വിലയിരുത്താൻ പറ്റും. അത് EDയുടെ കേസിൽ മാത്രമല്ല, എല്ലാ ഇടങ്ങളിലുള്ള പ്രശ്നങ്ങൾ സർവ്വ മേഖലകളിലും രാഷ്ട്രീയവൽക്കരണം നടന്നാൽ ഒന്നും പിന്നെ നമുക്ക് പ്രത്യാശയോ പ്രതീക്ഷയോ നൽകുന്നത് അല്ലാതായി തീരും. അതാണ് പ്രശ്നം.
അതിവിടെയും സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും, മറികടക്കാൻ പറ്റും, അതിനാവശ്യമായ കൗശലവും ആവശ്യമായിട്ടുള്ള റിസോഴ്സസും ശക്തിയുമൊക്കെ പിണറായി വിജയനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ കാര്യത്തിൽ എക്സാലോജിക് എന്ന് പറയുന്ന ആ കമ്പനി ജോലി ചെയ്യാതെ പണം വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ സംഭാവന വാങ്ങിച്ചു എന്നാണ് അർത്ഥം. അത് പക്ഷേ കോടതിക്കകത്ത് ചോദ്യം ചെയ്യാവുന്ന ഒരു കേസല്ലാതെ മാറി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ മകൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ല. ഗവൺമെൻറ് ഭാഗമല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കേസ് എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ മറ്റാരെങ്കിലും കൃത്യമായിട്ട് പരാതി കൊടുത്തെങ്കിൽ മാത്രം നിലനിൽപ്പുള്ളതാണ്. എന്നുവെച്ചാൽ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്കെതിരെ കരിമണൽ കർത്തയുടെ കമ്പനി പരാതി കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ആ കേസ് പ്രൊസീഡ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ എന്ന് സാങ്കേതികമായിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. അതറിയാൻ പാടില്ലായിരുന്ന ഒരാൾ മാത്യു കുഴൽനാടൻ മാത്രമാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി വരെ പോയിട്ട് സുപ്രീം കോടതി എടുത്ത് ആ കേസ് ആറ്റിക്കളഞ്ഞത്. അങ്ങനെ കളഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കേസുമായി ഇനി ആർക്കെങ്കിലും എവിടെയും പോകാൻ പറ്റാത്ത കണ്ടീഷനായി. അതിൽ വീണ വിജയൻ എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെട്ടു, സമ്പൂർണ്ണമായിട്ട് സുപ്രീം കോടതിയാൽ സംരക്ഷിക്കപ്പെട്ട അവസ്ഥയിലേക്ക് എത്തി. അത് എത്തിച്ചു കൊടുത്ത ആരാണ്? എന്നുവെച്ചാൽ ശത്രുവിനെ എന്ത് ചെയ്തു, ഇടിച്ചു താർക്കാനായിട്ട് എത്തിയ അവസാനം ശത്രുമടയിൽ വീണുപോയ ഒരു പാവം. അതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഈ കേസൊന്ന് ആദ്യം ഒരു കേസ് കൊടുത്ത് നിർത്തിയിരുന്നെങ്കിൽ ഈ വിഷയം എപ്പോഴും ചെയ്യാമായിരുന്നു. നിലനിർത്തി ചർച്ച ചെയ്ത് ഇലക്ഷൻ വരെ കൊണ്ടുപോയത് ആ പോസിബിലിറ്റി പോലും അയാൾ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ള. എന്തായാലും ഇത്തരം വിഷയങ്ങളെന്ന് പറയുന്നത് ഒരു CPM മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുൻകാല മുഖ്യമന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിണറായി വിജയന് നേരെ ഇങ്ങനെ തിരമാല കണക്ക് ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊക്കെ അദ്ദേഹം വളരെ സമയത്തോട് നേരിടുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രം ഒരു കാര്യം ചെയ്തു, എന്താണ്, തൽക്കാലത്തെ ഇപ്പം ഗൾഫിലേക്കൊന്നും പോകണ്ട, ഇവിടെ തന്നെ കഴിഞ്ഞുകൂടാൻ പറഞ്ഞിരിക്കുന്നു എന്നത് മാത്രമാണ് വേണമെങ്കിൽ അദ്ദേഹത്തിന് നെഗറ്റീവായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ NH-66 എന്ന് പറഞ്ഞ ഉദ്ഘാടനം നടക്കും അതിഗംഭീരമായിട്ട് ജനുവരിയിൽ. അതിൻ്റെ ഒരു ക്രെഡിറ്റ് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, മുഖ്യമന്ത്രിക്ക് കിട്ടുകയും ചെയ്യും. ബാക്കി ഒരു ക്രെഡിറ്റ് BJPയും എടുത്തുകൊണ്ട് പോകും. കോൺഗ്രസ്സുകാരുടെയും കാഴ്ചക്കാരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു.